പാകിസ്ഥാൻ തീവ്രവാദ ഫാക്ടറിയാണ്, തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് എന്ന ഒരു സന്ദേശം ലോകത്തിൻ്റെ പ്രധാന രാജ്യങ്ങളിലൊക്കെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു 7 ടീമിനെ ഇന്ത്യ ഇപ്പോൾ അയക്കുകയാണ്. ഈ 7 ടീമിനെ നയിക്കുന്നത് ഇന്ത്യയിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളാണ്. അതിൽ കേരളത്തിൽ നിന്ന് 2 എം.പിമാരുണ്ട്. തിരുവനന്തപുരം എം.പിയായ കോൺഗ്രസ് നേതാവുമായ ശശി തരൂരും കണ്ണൂറുകാരനായ രാജ്യസഭയിലെ എം.പിയായ ജോൺ ബ്രിട്ടാസും 2 എം.പിമാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ നേതാവായ കനിമൊഴിയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് NCPയുടെ നേതാവുണ്ട്. അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാരാണ് ഈ സംഘങ്ങളിലുള്ളത്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് പോവുക. അവർ പോകുന്നതിൻ്റെ ഉദ്ദേശം ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തുക. 2 UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങളുടെ അവരെയും കണ്ട് ആ രാജ്യങ്ങളുടെയുമായിട്ടും ആശയവിനിമയം നടത്തുക. ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ലോകത്തിന് സമാധാനത്തിന് എന്തൊക്കെ ഭീഷണിയാണ് ഉണ്ടാകുന്നത്, അപ്പോൾ അവർക്ക് ലോകരാഷ്ട്രങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ സഹായങ്ങളൊക്കെ തീവ്രവാദത്തിലേക്ക് ചെന്നുപെടുകയും അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ മറ്റ് അയൽ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയായിട്ട് വരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ 7 ടീമിൻ്റെ ഉദ്ദേശം. ആ ടീമിൽ വളരെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ടീമിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ പാർട്ടി മെറിറ്റ് ആണ്, കഴിവ് ആണ്. അവർ ഇതിനു മുമ്പ് കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഈ വിഷയത്തിൽ, അതായത് ഈ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ പുറത്ത് രാജ്യത്ത് പോയി പ്രതിനിധീകരിക്കുന്നതിലുള്ള പ്രാവീണ്യം, മെറിറ്റ്, ഇതൊക്കെ നോക്കിയാണ് ഈ ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7 ടീമായിട്ട് പുറത്തേക്ക് പോകുന്ന ടീമുകൾ കൊണ്ട് ഒന്ന് ഇന്ത്യയുടെ കാര്യങ്ങളും കാരണങ്ങളും പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് എല്ലാവരെയും കുറച്ചുകൂടെ ഗഹനത്തിൽ ധരിപ്പിക്കാൻ പറ്റും. കാരണം പാകിസ്ഥാനാണ് അടുത്ത കാലത്ത് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആക്രമണം ഉണ്ടാക്കി അത് കുറേയധികം ഇന്ത്യക്കാരെ വധിച്ചു. അതിനു മുമ്പ് പുൽവാമ എന്ന സ്ഥലത്തും ഇതുപോലെ ആക്രമണം നടത്തി. ആ ആക്രമണത്തിൻ്റെ സൂത്രധാരനും ബുദ്ധിയുമൊക്കെ പാകിസ്ഥാൻ ആർമി ആയിരുന്നു എന്ന് വരെ അവിടുത്തെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ അടുത്ത കാലത്ത് പറഞ്ഞു. അപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ ഫാക്ടറി, യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ തീവ്രവാദികൾക്ക് ആയുധം നൽകുന്നത് ആര്, അവർക്ക് പരിശീലനം നൽകുന്നത് ആര്, അവർക്ക് പിന്തുണ നൽകുന്നത് ആര് എന്നതൊക്കെ പാകിസ്ഥാൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥൻ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് 9/11 US ഒരു തീവ്രവാദ ആക്രമണം ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ആ ബിൻ ലാദന് സംരക്ഷണം നൽകിയത് ഒളിവിൽ പാർക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒത്താശയും സൗകര്യം ചെയ്തു കൊടുത്തത് പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അന്ന് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പാകിസ്ഥാനിൽ വന്ന് ബിൻ ലാദനെ നശിപ്പിക്കേണ്ടി വന്നത്. കാരണം കുറേ കാലം ഇവിടെ തന്നെയായിരുന്നു താമസിക്കുന്നത്. അതുപോലെ ഇതിനു മുമ്പ് ബോംബെയിൽ 26/11 ബോംബെയിൽ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടാണ് എന്നുള്ളതും അടുത്ത കാലത്ത് മനസ്സിലായി. അപ്പോൾ തീവ്രവാദത്തെ അവസാനിപ്പിക്കണമെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയും തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയും തീവ്രവാദത്തിന് സഹായം നൽകുന്ന കേന്ദ്രങ്ങളുമൊക്കെ നശിപ്പിച്ചേ പറ്റൂ. അല്ലാതെ ഇത് നമ്മൾ എന്തെങ്കിലും വേദം ഉപദേശിച്ചതുകൊണ്ടോ അല്ലെ പ്രസംഗിച്ചത് കൊണ്ടോ അല്ലെ സമാധാനം പറഞ്ഞിരുന്നത് കൊണ്ടോ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളത് നമ്മൾ ലോകത്തെല്ലായിടത്തും കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയും ഈ തീവ്രവാദത്തിൻ്റെ ഫാക്ടറി എവിടെയാണോ അവിടെ പോയി അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ധരിപ്പിക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ ഇതുകൊണ്ട് പ്രധാനമായിട്ടും 4 ഗുണങ്ങളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഒന്ന്, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുമുള്ളവർക്ക് ക്ഷണം കിട്ടിയപ്പോൾ, ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ക്ഷണം കിട്ടിയപ്പോൾ, അതുപോലെ തീവ്രവാദത്തിന് എതിരായിട്ട് ഉള്ള നിലപാട് എടുത്ത് അത് മറ്റു രാജ്യങ്ങളിൽ പോയി പറയുക എന്നുള്ള ഒരു ക്ഷണം ലഭിച്ചപ്പോൾ ഇതാർക്കും നിരസിക്കാൻ പറ്റില്ല. അത് CPMൻ്റെ MP ആയാലും DMKയുടെ MP ആയാലും കോൺഗ്രസിൻ്റെ MP ആയാലും NCPയുടെ MP ആയാലും ഒക്കെ അവർ ആ ക്ഷണം സ്വീകരിച്ചു.
കാരണം തീവ്രവാദത്തിനെതിരായിട്ട് ലോകരാഷ്ട്രങ്ങളിൽ പോയി ഒരു പ്രചരണം നടത്തുക, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം ആ ക്ഷണം സ്വീകരിച്ച് ആ ഡെലിഗേഷൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യയിൽ മൊത്തത്തിൽ തീവ്രവാദത്തിനെതിരെ, ടെററിസത്തിനെതിരെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുകയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് തീവ്രവാദത്തിനെതിരെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുകയും ഒരു സന്ദേശം ഉണ്ടാകുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും സമാധാനത്തിന് നല്ലതാണ്, തീവ്രവാദം അവസാനിപ്പിക്കാൻ നല്ലതാണ്. അതൊരു പ്രധാന ലക്ഷ്യമാണ്. രണ്ടാമത്, ഈ പറഞ്ഞ ഡെലിഗേഷനിലുള്ള എല്ലാവരും ലോകത്തെല്ലായിടത്തും പോയി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ഈ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും, എല്ലാ പ്രദേശങ്ങളും തീവ്രവാദത്തിനെതിരാണ്, അവർ ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം നമ്മൾ ലോകത്തിന് മുഴുവൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു സന്ദേശമാണ്. ഇവിടെ അഭിപ്രായ ഭിന്നതകളില്ല, ഇവിടെ പല ഗ്രൂപ്പുകളില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഈ തീവ്രവാദത്തിനെതിരാണ്, അവർ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം ലോകത്തിന് നൽകുമ്പോൾ അത് ഇന്ത്യയുടെ കരുത്ത് കൂട്ടുകയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു നല്ല കാര്യമാണ്. മൂന്നാമത്, ഈ പോകുന്നതൊക്കെ പാർലമെൻറ്റേറിയൻസ് ആണ്. അപ്പോൾ ഓരോ രാജ്യത്തും അവിടെ അംബാസിഡേഴ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടേതായ ഇന്ത്യയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള കടമയുണ്ട്, അതിനുള്ള വേദികളുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ അംബാസിഡേഴ്സ് ഓരോ രാജ്യങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അവർക്ക് അവരുടെയുള്ള രാഷ്ട്രീയ നേതൃത്വമായിട്ട് ആശയവിനിമയം നടത്തുകയും സ്ഥിരമുള്ള ഒഫീഷ്യൽ അംബാസിഡേഴ്സിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഒരു ഉത്തേജനം കിട്ടുകയും അവർക്ക് കൂടുതൽ ഡോറുകൾ ഓപ്പൺ ചെയ്ത്, ആശയവിനിമയത്തിന് ഓപ്പൺ ചെയ്ത് കിട്ടുകയും ചെയ്യും. കാരണം ഇതൊരു പാർലമെൻ്ററി ഡെലിഗേഷനാണ്, പൊളിറ്റിക്കൽ ഡെലിഗേഷനാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ അംബാസിഡേഴ്സ് തീർച്ചയായിട്ടും ഒഫീഷ്യൽ അംബാസിഡേഴ്സുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കാനും രാജ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കാനും പറ്റും. കാരണം ഈ ടെററിസം, തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ആഗോളതലത്തിൽ ഡീൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരു രാജ്യത്തിന് മാത്രം ടെററിസത്തിനെ അവസാനിപ്പിക്കാൻ പരിമിതികളുണ്ട്. കാരണം ടെററിസത്തിന് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ IMF ലോണ് നൽകിയിരിക്കുന്നു. IMF ലോണ് നൽകുന്നത് ഒരു ഭാഗം തീർച്ചയായിട്ടും അത് ടെററിസത്തിൻ്റെ കയ്യിലും എത്തും. കാരണം ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാക്ടറികളും യൂണിവേഴ്സിറ്റികളുമായിട്ട് പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും ഉള്ളതുകൊണ്ട് ഈ IMF ലോണ് തന്നെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങളൊക്കെ ഈ തീവ്രവാദത്തിന് സഹായകരമാകുമെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ അംബാസിഡേഴ്സ് തീർച്ചയായിട്ടും തീവ്രവാദം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മറ്റു രാജ്യങ്ങളിലെ അംബാസിഡേഴ്സിന് ഒരു മുതൽക്കൂട്ടാവും. ഇനി അടുത്ത നാലാമത്തെ കാര്യം, നമ്മളുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പ്രക്രിയ ഒരു സീസ് ഫയർ തൽക്കാലം നിർത്തി വച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണോ വേണ്ടയോ, അതോ ഇനിയും ഇതിനു വേണ്ടി സമയം കളയണോ എന്നുള്ളത് ഈ ഒരു ഡെലിഗേഷൻസിൻ്റെ ഒരു വിജയം പോലെ ഇരിക്കും. അപ്പോൾ ഈ ഡെലിഗേഷൻസ് എല്ലാ രാജ്യങ്ങളിലും പോയി വിജയിച്ച് ഇനി ടെററിസത്തിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഒറ്റക്കെട്ടായ ഒരു നീക്കമുണ്ടാകുമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് നമ്മളുടെ വികസന പ്രക്രിയകളിലേക്ക് തിരിയാൻ പറ്റും. ഇപ്രാവശ്യം ഈ ഓപ്പറേഷൻ നടന്നപ്പോഴത്തേനും നമ്മുടെ അതിർത്തിയിലുള്ള 4 സംസ്ഥാനങ്ങൾ വളരെ പ്രശ്നത്തിലായിരുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഇനി തീവ്രവാദത്തിൻ്റെ പേടിയില്ലാതെ, തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ, ആക്രമണങ്ങളില്ലാതെ വികസന പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഈ പറഞ്ഞ തീവ്രവാദത്തിന് വേണ്ടി സമയം കളയണ്ട, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട, അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്കും അതുപോലെ മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇനി അതിനെതിരാണ് ഇവിടെ എല്ലാവരും എന്നുള്ള സന്ദേശം വരുമ്പോഴത്തേക്കും വികസന പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയും റിസോഴ്സസും സമയവും ഒക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു പ്രക്രിയയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ നല്ല മെച്ചപ്പെട്ട മിസൈലുകളും പ്രതിരോധത്തിന് വേണ്ടി, അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി നല്ല മിസൈലുകളും അതുപോലെ നല്ല ഡ്രോണുകളും അതുപോലെ ഉപഗ്രഹങ്ങൾ വഴി നല്ല പിക്ചറുകൾ നന്നായിട്ട് ഇൻ്റലിജൻസ് കളക്ഷൻ്റെ കഴിവുകളും കേപ്പബിലിറ്റീസും ഒക്കെ വികസിപ്പിച്ച്
ഈ രാജ്യം കൂടുതൽ കരുത്തുറ്റാകാനും ഈ 7 ഡെലിഗേഷൻസ് പുറത്ത് പോകുന്ന കാര്യം കൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലി സാധ്യമാവും.